നീ എന്തിനാണ് ഞാൻ അങ്ങോട്ട് മാറിയ സമയത്ത് ആ താടിയും മീശയുള്ള പയ്യന്മാരെ നോക്കിയത്? എന്റെ പൊന്നേട്ട, എനിക്ക് പനിയായിട്ടുള്ളപ്പോഴെങ്കിലും നിങ്ങളുടെ സംശയം ഒന്ന് നിർത്ത്. സംശയം നിർത്താനാ? പിന്നെ താടിയും മീശയുള്ള പയ്യന്മാരെ കണ്ടാൽ നിനക്കൊരു ഇളക്കമുള്ളത് എനിക്കറിയാം. ഇത് നിങ്ങൾക്ക് താടി മീശ ഇല്ലാത്തതിന്റെ കോംപ്ലക്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കോംപ്ലക്സും കഞ്ഞിപ്പരയൊന്നുമല്ല. പിന്നെ എനിക്ക് താടി മീശ ഇല്ലാത്തതല്ല, പിന്നെ വരാത്തതാ. മിണ്ടാതിരി മനുഷ്യ. ഹലോ ഹലോ, എന്തോടാ? പെണ്ണുങ്ങൾ ഡോക്ടറായിട്ടുള്ള ആശുപത്രി ഒന്നും ഇല്ല. അയ്യോ മിണ്ടാതിരി, സർക്കാർ ആശുപത്രിയാണ്. ഏതായാലും നമുക്ക് നല്ലത് തന്നെ. വാ, ഡോക്ടറെ കാണാൻ വന്നതാണ്. എന്താണ്? എന്തോന്ന് പറയാ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. മഴയായോണ്ട് ജോലിയില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു. തന്റെ കുടുംബകാരും അല്ല ചോദിച്ചത്, ഇയാൾക്ക് എന്താ അസുഖം എന്നാ ചോദിച്ചത്. പനിയാ സാറേ. ഓ, പനിയോ? പനി എങ്ങനെ വന്നത്? പനി എങ്ങനെ വന്നത്? ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു, ഇവള് മാത്രമേ ഉള്ളായിരുന്നു. രാത്രി അവൾക്ക് ഭയങ്കര പേടിയാ. അപ്പൊ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന്. അപ്പൊ ഇവള് ചോദിച്ചു ചേട്ടന് തിന്നെ എന്തോ വേണോന്ന്. ഞാൻ പറഞ്ഞു ഈ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അവള് എനിക്കുള്ള മുട്ടക്കറിയുടെ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കറണ്ട് അങ്ങ് പോയി. വെളിയിൽ നല്ല മഴയുണ്ട്. അപ്പൊ ആരെങ്ങനെ കതവിൽ തട്ട് നടക്കാൻ അവൾക്ക് തോന്നി. എവിളി ചെന്ന് പേടി കതവ് തുറന്നു നോക്കിയപ്പോ കരിമ്പടമൊക്കെ പുതച്ചു ഒരു റാന്തിലോട്ട് ഇങ്ങനെ നിൽക്കുക. പനി. എവള് വിളിച്ച് അകത്ത് കയറ്റി ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അവളോട് അങ്ങ് കൂടി. ഇതുവരെ പനി പോയില്ല തിരിച്ച്. അസംബന്ധം പറഞ്ഞാണോ? പിന്നെ ഡോക്ടർ എന്താ ചോദിക്കുന്നത്, പനി എങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചാ? സാറേ 2 ദിവസത്തിന് മുന്നേ മഴ ഒന്ന് നനഞ്ഞായിരുന്നു. അപ്പൊ തൊട്ട് തുടങ്ങിയതാ പനി. മഴക്കാലമാണ്, വൈറലാവും. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമേ ഉള്ളൂ. എത്ര മഴയായാലും പെട്ടെന്നൊന്നും വൈറലാവൂല. വൈറൽ ഫീവർ ആവുമെന്ന്. അല്ല, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. 10,000 രൂപ കടം കാണും ഇല്ലടി? എടോ, പനി അല്ലാതെ വേറെ എന്തെങ്കിലും?